ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാത്രി മുഴുവൻ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം കറണ്ട് പോയതാണ്. ഇതുവരെയും കറണ്ട് വന്നിട്ടുണ്ടായില്ല. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കിച്ചണിലെല്ലാം ഇരുണ്ടിട്ടാണ് കേട്ടോ ഉള്ളത്. ഫോണിൻ്റെ ഫ്ലാഷ് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് വീഡിയോ എടുത്തത്. ദോശയ്ക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതെല്ലാം നല്ല പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അത് കുടിച്ചു. ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നേക്ക് ആവശ്യത്തിന് കുറച്ച് മാവെടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്നാണ് ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ അരച്ചിട്ടുള്ള പണിയൊന്നും നടക്കുകയില്ല. ദോശയ്ക്ക് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ദോശ ചുടുന്നതിനിടയ്ക്ക് തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വൃത്തിയാക്കി അരിഞ്ഞു വെച്ചു. ദോശ ഉണ്ടാക്കി തീരുന്നതിന് മുന്നേ കറണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ ചട്നിയുടെ കണക്കിനാട്ടോ എല്ലാം കട്ട് ചെയ്ത് വെച്ചത്. അല്ലാത്ത ദിവസങ്ങളിൽ ഗ്യാസിൽ ഇൻഡക്ഷനിലും കൂടെ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ദോശ ഉണ്ടാക്കുന്ന സമയം തന്നെ ഒരടുപ്പിൽ ചട്നിക്കുള്ള ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റുന്നുണ്ടായിരുന്നേ. ഉള്ളി വേഗം വെച്ചിട്ട് വീടെല്ലാം അടിച്ചു വാരി കേട്ടോ. കറണ്ട് വരുവാണെങ്കിൽ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാം മിക്സിയിൽ അരച്ചിട്ട് ചട്നി ആക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. കറണ്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു തട്ടിക്കൂട്ടി കറിയാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ വഴറ്റി വെച്ചിരുന്ന മിക്സിലോട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ട ഇരിപ്പുണ്ടായിരുന്നേ, അങ്ങനെ അതും കൂടെ പുഴുങ്ങിയെടുത്തായിരുന്നു. അങ്ങനെ ഐറയും ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വന്നു. ഐറയ്ക്കും സെപ്പറേറ്റ് ഒരു ദോശ പ്ലേറ്റിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കഴിക്കുമൊന്നുമില്ല, ഇങ്ങനെ കൈയിട്ടൊക്കെ ഇളക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന് 1-2 വായൊക്കെ കഴിക്കും, അത്ര തന്നെ. അവൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ആക്കുക കേട്ടോ. ഇങ്ങനെ പില്ലോ എല്ലാം വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. ഒരു മുട്ടയും എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ മുട്ട കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ദോശയൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഷെറിച്ചനും ദോശയും ചട്നിയും മുട്ടയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കറിക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചു കേട്ടോ. ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്, പുറത്ത് കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ഐറയും കൂടെ പുറത്തിറങ്ങാൻ പോവാണേ. രാത്രിയിലെ കാറ്റും മഴയത്തും മുരിങ്ങയുടെ ഒരു കൊമ്പ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നേ. മുരിങ്ങയ്ക്കായൊക്കെ പിടിച്ചു വരുന്ന കൊമ്പായിരുന്നു കേട്ടോ. ഇളതായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു പൊട്ടി വീണതിൽ. അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങ ഇലയൊക്കെ പൊട്ടിച്ചെടുത്ത് കേട്ടോ. ഐറയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ അധികം പുറത്തിറക്കാറില്ല. കയ്യെത്തി പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൊമ്പിൽ കുറച്ച് മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, പാകമായത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം പുറത്തൊക്കെ നല്ല കൊതുകാണ് കേട്ടോ. കുറച്ച് സമയം പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കയ്യിലും തലയിലൊക്കെ നല്ലോണം കൊതുക് കടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അകത്ത് നിന്ന് ഒരു മാങ്ങ അരിഞ്ഞു കേട്ടോ ഐറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് ഐറയുടെ കളി തുടങ്ങി കേട്ടോ. മുരിങ്ങയിലയും പാത്രവും വെള്ളം എല്ലാം കൊണ്ടുവച്ചിട്ട് ഫുഡ് ഉണ്ടാക്കല പരിപാടിയും തോന്നുന്നു. ഞാൻ കിച്ചണിൽ എന്ത് ജോലി ചെയ്യാൻ വന്നാലും ഐറ എൻ്റെ കൂടെ വന്നിരിക്കും കേട്ടോ. അവൾക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊട്ടിച്ചെടുത്ത മുരിങ്ങയിലയിൽ നിന്ന് കുറച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വന്നത്. അപ്പോഴത്തേക്കും തറയിൽ മുഴുവൻ രാത്രിയിലെ കാറ്റിൽ മാവിൻ്റെ ഇല മുഴുവൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. ഞാൻ അടിച്ചു വരുമ്പോഴത്തേക്കും ഐറയുടെ വെള്ളത്തിൽ കുളിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മുറ്റത്തൊക്കെ ചെളിയായതുകൊണ്ട് തന്നെ അടിച്ചിട്ടും ഇലയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അത്രയും ഭാഗം വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഞാൻ തളർന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഡ്രസ്സെല്ലാം അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി. അപ്പം തന്നെ ഐറയെ അവിടെ നിന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അവള് വെള്ളത്തിൽ കളിച്ചിട്ട് ഫുള്ള് കുളിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അലക്കുന്ന സമയം കൊണ്ട് തന്നെ അവള് ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് പടിയിലും ആ തറ മുഴുവൻ നനച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചത്തെ ഫുഡൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ പോകാറായപ്പോൾ തന്നെ കറണ്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. ഒരു 12:30 എല്ലാം ആയപ്പോൾ പിന്നെ വേഗം മോട്ടറൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആക്കി. ഫോണും കുറച്ച് സമയം ചാർജിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കറണ്ട് വന്നപ്പോഴാട്ടോ ഒരു സമാധാനമായത്. ഐറയ്ക്ക് ഇടാൻ ആദ്യം ഒരു ഫ്രോക്കാണ് എടുത്തത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായില്ല. ജീൻസ് ഇടണമെന്ന് പറഞ്ഞിട്ട് പാൻറ്റൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു.
ഐറയ്ക്ക് വണ്ടിയിൽ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ യാത്ര പോകാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഹൗസ് വാമിങ്ങിന് പോയി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നേ. പോയ പോലെ അല്ലായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ വീടിന് ചുറ്റും മുഴുവൻ വെള്ളമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിനകം മുഴുവൻ ഇരുട്ടായി. അങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കുവാണ്. രാവിലെ എടുത്ത് വെച്ച മുരിങ്ങയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു വട പോലെ ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് കടലമാവും മൈദമാവും എല്ലാം എടുത്ത് മസാലയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് മിക്സാക്കി. മുരിങ്ങയില കൊണ്ടുള്ള വട എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. അതുകൊണ്ട് ശരിച്ച എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നേ, ഫ്ലോപ്പായി പോകുമെന്ന് വെച്ചിട്ട്. മാവ് കുഴച്ചത് കുറച്ച് വെള്ളം കൂടി പോയെന്ന് തോന്നി കേട്ടോ. പക്ഷെ അത് എണ്ണയിലിട്ടപ്പോൾ അത് ഓക്കെ ആയെന്ന് തോന്നി. അങ്ങനെ എൻ്റെ മുരിങ്ങയില കൊണ്ടുള്ള പരീക്ഷണം സക്സസ് ആയി കേട്ടോ. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള വടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ സമയം പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയുണ്ട്, നല്ല ശക്തിയിൽ കാറ്റും വീശുന്നുണ്ടായിരുന്നു. പുറത്ത് മഴയായതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തിരുന്ന് ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐറയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന വടയുടെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.